പി യു തോമസ് ജനിച്ചതും വളർന്നതും കോട്ടയത്തിനടുത്ത് അതിരമ്പുഴ എന്ന സ്ഥലത്തുള്ള ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. തോമസ് തന്റെ കുട്ടിക്കാലത്ത് സാമ്പത്തികമായി കഷ്ടപ്പെടുമ്പോഴും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സഹപാഠികൾക്കായി തന്റെ പൊതിച്ചോറ് നൽകുന്നത് പതിവായിരുന്നു. കുടുംബത്തിന്റെ കഷ്ടപ്പാടും ക്ലേശങ്ങളും കാരണം തന്റെ വിദ്യാഭ്യാസം 7ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി. 12ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി പല സ്ഥലങ്ങളിലും വീട്ടുജോലികൾ ചെയ്ത് തനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ദരിദ്രരായ തന്റെ കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം എന്നതായിരുന്നു കൊച്ചു തോമസിന്റെ മനസ്സിൽ. അങ്ങനെയിരിക്കെ തോമസിനൊരു വയറുവേദന വന്നു. അത് പിന്നീട് അൾസർ ആണെന്നറിയുകയും ഓപ്പറേഷന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ആ ആശുപത്രി ജീവിതം പി യു തോമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. കുഴയുള്ള ഒരു ചോറ്റുംപാത്രം നിറയെ കഞ്ഞിയും ഒരു റാന്തൽ വിളക്ക് അത് നിറച്ച് മണ്ണെണ്ണ നിറച്ച് കത്തിച്ചുകൊണ്ട് അതിരമ്പുഴേന്ന് ഞങ്ങൾ നടക്കുകയാണ്. അതിരമ്പുഴേന്ന് 16 കിലോമീറ്റർ നടന്നാ വരുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് തറയിൽ കിടക്കുന്ന ഒരു രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ, അനാഥനാണ്, ഭക്ഷണം കിട്ടാതെ വിശക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ചോരക്കൂട്ട് പകുതി കൊടുത്തു. അന്നത്തെ ആളുകളുടെ ദുരിതവും കഷ്ടപ്പാടും അനാഥ രോഗിയുടെ പ്രയാസങ്ങളും ഒക്കെ കണ്ടപ്പോൾ രാമേന്ദ്രനോട് പറഞ്ഞു, നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് പാവപ്പെട്ട രോഗികളെയും ആരുപോലും ഇല്ലാത്തവരെ സഹായിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു, ഞാൻ സുഖമായി. രാമേന്ദ്രൻ മരിച്ചുപോയി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നതിന് ശേഷവും ഓലപ്പരയാണ്, വീട് മുഴുവൻ നനയും. കുട ചൂടിയിരുന്നോണ്ട് രാത്രി നേരം വെളുപ്പിക്കുന്നത്. ഉള്ള ചട്ടിയും പാത്രവും എല്ലാം നിരത്തി വെക്കും. അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിച്ചു ആ കാലമായിരുന്നു. മെഡിക്കൽ കോളേജിൽ താൻ കണ്ട ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളുടെ ദുരിതങ്ങളും വേദനകളും തോമസിനെ വല്ലാതെ അലട്ടി. അവർക്ക് വേണ്ടി തോമസ് തന്നാൽ ചെയ്യാവുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഇങ്ങനെ ആശുപത്രി ദിവസവും വന്ന് രോഗികൾക്ക് വീട്ടിൽ നിന്ന് നാട്ടുകാരോടൊക്കെ മേടിച്ച് ചോറും കറിയും കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത് അന്ന് കുറച്ച് രോഗികളേ ഉള്ളൂ. അങ്ങനെ കൊടുത്ത കാലത്ത് പലരുടെയും സഹായത്തോടു കൂടി മെഡിക്കൽ കോളേജിൽ 1969 ഒരു താൽക്കാലിക ജോലി കിട്ടി. 20ാമത്തെ വയസ്സിൽ 20 രൂപ ശമ്പളം. എന്നും പള്ളിയിൽ പോയി കരഞ്ഞുകൊണ്ട് കുർബാനയിൽ കരഞ്ഞ് കുർബാനയിൽ കൂടി ഇപ്പോൾ കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് വരുമായിരുന്നു. അന്നത്തെ കാലത്തെ ആ മെഡിക്കൽ സ്റ്റുഡൻസ് എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് എനിക്കൊരു സൈക്കിൾ മേടിച്ചു തന്നു. ആ സൈക്കിളിൻ്റെ സൈഡിൽ ഒരു കൊട്ട വെച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയും, ആശുപത്രി ചെന്ന് കഴിഞ്ഞതിന് ശേഷം നേഴ്സുമാരായ അന്നത്തെ ഉള്ളവരോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു പൊതി കൊണ്ടുവരും, ഒപ്പിടുന്നിടത്ത് ബക്കറ്റ് വെച്ചേക്കാം, അവർ കൊണ്ട് വെക്കും. അങ്ങനെ എനിക്ക് 6 ബക്കറ്റ് നിറയും കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ പൂട്ട് വേണ്ടിയവർക്ക് പൂട്ട്, ഇഡ്ഡലി വേണ്ടിയവർക്ക് ഇഡ്ഡലി, ഇടിയപ്പം വേണ്ടിയവർക്ക് ഇടിയപ്പം, കപ്പ വേണ്ടിയവർക്ക് കപ്പ. ഈ പൊതി അഴിക്കാതെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്നേക്കാൾ കഴിവുള്ളവരെ ഈശോ എനിക്ക് കൂട്ടായിട്ട് തന്നു. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന അനീപിൻ്റെ ഈ സ്ഥലം വില കുറച്ച് തന്നു. എല്ലാവരും കൂടെ കൂടി വാങ്ങിച്ചു തന്നു. അങ്ങനെ ഇവിടെ നവജീവൻ ഒരു ചെറിയ കെട്ടിടത്തിൽ അങ്ങനെ ആരംഭിച്ചതാണ്. അങ്ങനെ 44 മാനസിക രോഗികളുടെ വാടക വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് കാണുന്ന നവജീവൻ. ഇന്നത്തെ അവസ്ഥയിൽ 5 ജില്ലയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്. പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയില്ലാത്ത മരുന്ന്, പരിശോധനാ സഹായം, മരിച്ചു പോകുന്നവരെ കൊണ്ട് ആക്കിയെടുക്കുക, മരിക്കാറായി കിടക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുകയാണ്. 5000-ലും പേർക്കാണ് ദിവസം ഏറ്റവും നല്ല അരിയുടെ ചോറും കറികളും വെച്ച് വിളമ്പി കൊടുക്കുന്നത്. 50-ലധികം സ്റ്റാഫുണ്ട്. 130ഓളം രോഗികൾക്ക് 3,30,000 രൂപ 3000 രൂപ വെച്ച് അവർക്ക് അത്യാവശ്യ ചെലവിന് കൊടുക്കുകയും അരിയും പലവ്യഞ്ജനവും വാടകയും മരുന്നും ഒക്കെ കൊടുത്ത് സഹായിക്കും. മത്തായിയുടെ സുവിശേഷം 5:16 മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരിൽ പ്രകാശമായിരിക്കട്ടെ. നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ട് വേണം മറ്റൊരു മനുഷ്യന് ഇതുപോലെ ആയിത്തീരുവാൻ. ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ അതെല്ലാം ദൈവത്തിന് കൊടുക്കണം. കഷ്ടപ്പെട്ട ഒരാളെ സഹായിക്കുമ്പോഴത്തേന് അത് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം കൊടുക്കുന്ന നമുക്ക് സന്തോഷം. അപ്പം നമ്മൾ വിശന്നിരുന്നാണേലും വെയിൽ കൊണ്ടാണേലും മഴ നനഞ്ഞാണേലും ഒരാളിൻ്റെ ദുഃഖം കാണുമ്പം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനൊരു ആഗ്രഹം ഉണ്ടാകുമ്പം അതിന് വേണ്ടതെല്ലാം ദൈവം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് തരികയും ചെയ്യും. പി യു തോമസ് പറയുന്നു, തൻ്റെ ഈ ജീവിതയാത്രയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ്. തൻ്റെ ഏക മകൻ 8ാം വയസ്സിൽ തളർ രോഗം ബാധിച്ചു മരിച്ചു.
ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവം തോമസിനെ ഒരിക്കലും തളരാൻ അനുവദിച്ചില്ല. അത് ആ കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് എനിക്ക് വലുതായിരുന്നു. കാരണം ഞാൻ അതിരാവിലെ പോയാൽ ഒത്തിരി രാത്രിയായി ഞാൻ തിരിച്ചു വരില്ല. ഇതെല്ലാം ദൈവം എനിക്ക് ഒരുക്കി തന്നതാണ്. എൻ്റെ പ്രാർത്ഥനയിലെ കർത്താവായ ദൈവമേ, എൻ്റെ അനുകമ്പയും കരുണയും എനിക്ക് ഒത്തിരി തന്ന് എന്നെ അനുഗ്രഹിക്കണം. ആശുപത്രി വരാന്തകളിലും അനാഥാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ സ്നേഹം വേണ്ടിയവരുണ്ട്, നമ്മുടെ നല്ല വാക്ക് വേണ്ടിയവരുണ്ട്. നമ്മളെ കാലൊന്ന് തിരുമ്മിക്കൊടുക്കാം, ആ കൈയൊന്ന് തിരുമ്മിക്കൊടുക്കാം, ആ വസ്ത്രമൊന്ന് അലക്കിക്കൊടുക്കാം, ആ കാലൊന്ന് കഴുകിക്കൊടുക്കാം, ആ നഖമൊന്ന് വെട്ടിക്കൊടുക്കാം, ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കാം. എത്രയോ വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും അതൊക്കെ. കർത്താവ് ശിഷ്യന്മാരുടെ പാദം കഴുകിയ പോലെ നമ്മളും പാദം കഴുകാൻ സാധിക്കുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന പോലെ ലോകത്തിലാരും സ്നേഹിക്കുക. ഇതിൻ്റെ അയോഗ്യതകൾ മുഴുവൻ കണ്ടുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. കർത്താവ് ക്ഷമിക്കുന്ന പോലെ ആരും ക്ഷമിക്കത്തില്ല. നിന്റെ സകലമായ കുറവുകളും കണ്ട് സ്നേഹിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൻ്റെ മുമ്പിൽ, അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ആയിട്ടില്ലെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിനെ എപ്പോഴും വേദനിപ്പിക്കുന്നത്.